അപ്പോൾ നമ്മളിന്ന് വന്നേക്കണത് പുത്തൻകുരിശ് ഭാഗത്തുള്ളൊരു അമ്പലത്തിൽ പൂജയ്ക്കാണ് കേട്ടോ. ഇതല്ല ശരിക്കും, ഇത് ശാസ്താവിൻ്റെ അമ്പലമാണ്. അപ്പറയാണ് ശരിക്കും ഫ്രീ ഓയിലൊക്കെ കേട്ടോ. ഞാൻ നിവേദ്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിങ്ങനെ ഫ്രീ ആയിട്ടിരുന്നപ്പോൾ ഇങ്ങനെ എന്താ പറയുക എടുത്താണ്. ഈ കോവിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇത് ഒത്തിരി പഴക്കമുണ്ടായ ഒരു ക്ഷേത്രമായിരുന്നു. അപ്പോൾ അത് ഒരു വീണ്ടും പണിത് ഭംഗിയാക്കി വെച്ചേക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തത് ഈ പറഞ്ഞ ഈ ഒരു സൈലൻസാണ്. കണ്ടോ, ഭയങ്കര ഒരു രസമാണ്. ഇവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്പലക്കുളം ആയിരുന്നു എന്ന് തോന്നുന്നു. അതെ, ഇത് കണ്ടോ, ഈ അവിടെ കാണാൻ ഇല്ലക്കാരുടെ അമ്പലം കണ്ടോ. അത് സ്ഥലത്തിൻ്റെ ശരിക്കും പേരെന്ന് പറയുന്നത് വെങ്കിട്ട, പുത്തൻകുരിശ് പുത്തൻകാവിനടുത്ത് വെങ്കിട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതാ കാണുന്നതാണ് ശിവൻ്റെ അമ്പലം, ഇത് ശാസ്താവിൻ്റെ അമ്പലം. ശാസ്താവിൻ്റെ അമ്പലത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇതേപോലെ ഇതൊക്കെ പണ്ട് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഇതിങ്ങനെ കണ്ടോ, ഇതിപ്പോഴാണ് നല്ല രീതിയിൽ പണിത് ഭംഗിയാക്കി വെച്ചത്. പണ്ടിത് ഭയങ്കര പഴയ കാലത്തൊരു പണി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഒരു തവണ ഇവിടെ വരുമ്പോൾ ഇതേപോലെ ഈ ഇതൊക്കെ ഇങ്ങനെ ശോഷിച്ചില്ലാതായി ഇങ്ങനെ വരെയായിരുന്നു. ഇപ്പോൾ ഇവർ ഇവിടെ പണിത് എല്ലാം റെഡിയാക്കി ഒരു നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ മൊത്തത്തിൽ. ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഈ പൂജ കഴിക്കാനൊക്കെ നല്ല നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ജപിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഇവിടെ. ഇപ്പോൾ ഞാനിങ്ങനെ പൂജ ചെയ്യുമ്പോൾ വീഡിയോ ഒന്നും എടുത്തിടാത്തതാണ് പരമാവധി. പക്ഷേ എന്നാലും ഇത് ഇങ്ങനെ കാണിക്കണം എന്ന് തോന്നി കാരണമുണ്ട് കാണിച്ചത്. ഈ വാതിലിൻ്റെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇത്രത്തോളം പഴക്കമുള്ള ഒരു അമ്പലമാണെന്ന്. എക്സാക്റ്റ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ശരിക്കും പൂജാ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ തളിച്ച് നിവേദ്യം എന്ന് പറയും, വെറുതെ ഭഗവാന് നിവേദ്യം മാത്രം കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ. അപ്പോൾ ഇത്രയും സമയം ഇങ്ങനെ ഫ്രീ ആയിരുന്നപ്പോൾ വീഡിയോ ചെയ്തു എന്നുള്ളൂ. ഇപ്പോൾ ഇവിടെയാണെങ്കിലും ശരി നല്ലൊരു എന്താ പറയുക ഭയങ്കര സൈലൻസാണ്. കണ്ടില്ലേ, ചീവിടിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കേൾക്കാനും കാര്യങ്ങളൊന്നുമില്ല. വണ്ടികളുടെ ശബ്ദമോ വേറെ അങ്ങനെയൊന്നുമില്ല. ഞാനിങ്ങനെ പകരത്തിന് ഇങ്ങനെ ശാന്തി കഴിക്കാൻ പോകുമ്പോൾ ഇതേപോലെയുള്ള അമ്പലങ്ങൾ കുറച്ചധികമായിട്ട് കുറച്ചിച്ചാൽ ഇങ്ങനെ ഇതുപോലെ കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, പണ്ടത്തെ ആ ഒരു ടൈപ്പ് കിണറും എന്താ പറയാന്ന് പറഞ്ഞിട്ട് അറിയില്ല. തൊഴാനൊന്നും അങ്ങനെ ആളുകൾ ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണെങ്കിലും ഇത് അമ്പലത്തിൻ്റെ ശിവൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. ഇതിലിങ്ങനെ വരുമ്പോൾ ഇവിടെ നാഗത്താന്മാരൊക്കെ ഇരിപ്പുണ്ട്. ഇത് വിശ്വാസമില്ലാത്തവർ കാണുന്നുണ്ടാവും, അതുകൊണ്ട് ഇത് എന്താണെന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കുറേ സ്ഥലം ഇങ്ങനെ കിടക്കുന്നു, പാടവും ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അങ്ങോട്ടേക്കൊക്കെ നടന്നു പോയിട്ട് വീഡിയോ എടുക്കണമെന്ന് ഉണ്ട്, പക്ഷെ അത് ഒത്തിരി കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ വല്ല ഏഴജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ശാന്തി കഴിക്കാൻ ആളില്ലാണ്ടായിപ്പോവും. പിന്നെ ഇവിടെ കണ്ട ഒരു പ്രത്യേകത, ഭഗവാന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഭഗവതി ഇരിക്കണ ഒരു അങ്ങനെ ഞാൻ അങ്ങനെ ഒത്തിരി സ്ഥലത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിലാണെങ്കിലും കാണിച്ചു തരാം. എല്ലാ ക്ഷേത്രങ്ങളും നന്ദികേശനെ കാണാറുണ്ട്, നന്ദികേശനെ അങ്ങനെ കാണാനില്ല. ഇതിലെങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നേരെ വഴി ക്രോസ് ചെയ്ത് ഇതേ കണ്ടോ ഭദ്രകാളിയാണ് കേട്ടോ. ശിവന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ആളിരിക്കുന്നത്. ഇത് ബലിക്കല്ലെന്ന് പറയും, വലിയ ബലിക്കല്ല്. ഇതിന് ബലിക്കൽ മണ്ഡപം എന്ന് പറയും. ഇതൊക്കെ പുതിയതായിട്ട് പണിതാണ് കേട്ടോ. ഇതൊക്കെ മെഷീൻ വർക്കായിരിക്കും, ചിലപ്പോൾ കൈപ്പണിയായിരിക്കും, അറിയില്ല. പക്ഷേ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ വരാണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നിലവിലിപ്പോൾ ശാന്തി കഴിക്കുന്ന തിരുമേനിക്ക് ഒരു വയ്യായിക പോലെ ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ എനിക്കിവിടെ വരണ്ട വന്നത്. ഭയങ്കര സൈലൻ്റായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇപ്പോൾ ശിവക്ഷേത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓവ് മുറിച്ച് കിടക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ അമ്പലങ്ങളുടെ കാര്യങ്ങൾ പറയണമെന്നുള്ളൂ കേട്ടോ. ഇതിങ്ങനെ കാണിക്കാൻ തോന്നി. ഒത്തിരി പഴക്കമുണ്ട് കേട്ടോ അമ്പലത്തിന്. ഇതൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഒറ്റ കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല.
ബാക്കിയുള്ളതൊക്കെ പുതിയ കാലത്തിൻ്റെ പണികളാണ്. ഇപ്പം ഞാൻ പറയാം, ഇതുപോലെ കണ്ടില്ലേ പണ്ട് ക്ഷേത്രങ്ങളിൽ കിണർ കണ്ടില്ലേ, ഇഷ്ടംപോലെ വെള്ളമുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കിണറിങ്ങനെ അടച്ചു വെച്ച് നിവേദ്യത്തിനൊക്കെ തിന്നുണ്ടോ വെള്ളം എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 8:30 ഇവിടെ പൂജ കഴിക്കും. എന്നിട്ട് ഒരു 9 മണിയോടുകൂടി ഇവിടെ അടയ്ക്കും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ പ്രധാനമായിട്ടും ഈ കോവിൽ കാണിക്കാനല്ല കേട്ടോ, നമ്മുടെ ഞാൻ നേരത്തെ ആദ്യമേ കാണിച്ചില്ലേ, ഇതേ ഇവിടെ ഈ അമ്പലം, അതായത് അയ്യപ്പൻ്റെ അമ്പലം, ശരിക്കൊരു വീട് പോലെ ഉണ്ടല്ലേ. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എടുത്തതേ. അവിടെ ഇങ്ങനെ അല്ലായിരുന്നു, അതിൻ്റെ അകത്ത് ഭയങ്കര വൈബാണ്. വൈബ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഭാഷയെ പറഞ്ഞു എന്നുള്ളൂ. ഒരു 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 എന്താ പറയുക, ഒരു ചൈതന്യമുണ്ട് അതിനകത്തെ. നമുക്ക് അങ്ങോട്ട് പോയി അവിടെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ കഴിക്കാനും പൂജ കഴിക്കാനും ജപിക്കാനൊക്കെ പറ്റിയ നല്ലൊരു. പിന്നെ ഇവിടുത്തെ ആളുകളാണെങ്കിലും നല്ല ഭക്തിയുള്ള ആളുകളാണ്. അമ്പലവും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കും. പ്രകൃതിയുടെ ഇടയിൽ ഇങ്ങനെ ഇണങ്ങിച്ചേർന്ന്, ഇങ്ങനെ റബ്ബറാണെങ്കിലും പ്രകൃതി എന്ന് പറയാമല്ലോ, മരമാണല്ലോ, ഇണങ്ങിച്ചേർന്നിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. 3 ക്ഷേത്രങ്ങൾ. അപ്പോൾ എന്തായാലും ശരിയെന്നാ, ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി എടുത്തു എന്നുള്ളൂ. ഇനി ഇതുപോലെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ കാണിക്കാം കേട്ടോ.